മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് വ്യാജരേഖകൾ നിർമ്മിച്ചുള്ള അവയവ കച്ചവടം. ആശുപത്രികളും ഡോക്ടർമാരും ഇടനിലക്കാരും തമ്മിൽ വലിയ വലിയ തുകയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. അർജുൻ, ഇത്രയും വലിയൊരു തട്ടിപ്പിനെ കുറിച്ച് ഇത്രയും അധികം ആളുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ഇപ്പോൾ ഈ നജീബിന്റെ മെഡിക്കൽ ടൂറിസം കമ്പനിയും ഇവിടുത്തെ ആശുപത്രികളും തമ്മിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ കരാർ പോലും ഉണ്ടാകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. മെഡിക്കൽ ടൂറിസത്തിന് മറവിൽ പലപ്പോഴും മനുഷ്യക്കടത്തിന്റെ പോലും സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് എന്നതുകൂടി വ്യക്തമാവുകയാണ്. മാധു, ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറെ കാലമായി തന്നെ പോലീസും മറ്റും ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ അനധികൃതമായി അവയവ കച്ചവടം നടക്കുന്നു എന്ന സൂചന നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. നേരത്തെ ഇറാൻ അടക്കമുള്ള ഈ അവയവ മാറ്റം അത് നിയമാനുസൃതമായി നടക്കാൻ പറ്റുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് ആളുകളെ എത്തിച്ച് അവിടെ അവയവ കച്ചവടം നടത്തുന്ന ഒരു റാക്കറ്റ് ഉണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ റാക്കറ്റിനെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഈ ഇത്തരത്തിൽ ഒരു റാക്കറ്റും ആശുപത്രികളും കേന്ദ്രീകരിച്ച് അവർ തമ്മിൽ ഇടപാടുകൾ നടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് എന്നതാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തൽ. ഇത് നേരത്തെ ഒരു പോലീസാണ് ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഇതിൽ പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് ഇഡിയുടെ അന്വേഷണം വരുന്നത്. ഇതിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ ഇത്തരത്തിലുള്ള ഈ കമ്പനികളുമായി ഇത്തരത്തിൽ ഇടനിലക്കാരുമായി ഇടപാടുകൾ ഉണ്ടാക്കുന്നു. മാത്രവുമല്ല ഇത്തരം റാക്കറ്റുകൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലുള്ള ആളുകളെ കണ്ടെത്തുന്നു. അവരോട് അവയവങ്ങൾ വിറ്റാൽ വലിയ തുക നൽകാമെന്ന് പറയുന്നു. അത്തരത്തിൽ പിന്നെ അവയവം വേണ്ട ആളുകളെ കണ്ടെത്തുന്നു. അവരിൽ നിന്ന് വൻതുക വാങ്ങുകയും ചെയ്യുന്നു. അത്തരത്തിൽ ലാഭം പറ്റുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ആശുപത്രികളിൽ എത്തിച്ച് അവിടെ നിന്ന് ആശുപത്രികളിൽ നിന്നും ഇവർ ലാഭം പറ്റുന്നു. അതോടൊപ്പം തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്ന ഡോക്ടർമാർക്കും ഇതിൻ്റെ ഒരു പങ്ക് കിട്ടുന്നു. മാത്രവുമല്ല ഇതിന് പല നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണ് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ വ്യാജരേഖകളടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ് അടക്കം നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ വലിയ ശൃംഖലകളുള്ള വലിയ ഇടപാടുകളുള്ള വലിയ തുകയുള്ള അത്തരത്തിൽ ലാഭങ്ങൾ നേടുന്ന റാക്കറ്റുകളാണ് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇഡി ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളൂ. സ്വാഭാവികമായും കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇഡി. ഇതിന്റെ മറവിൽ വലിയ കള്ളപ്പണ ഇടപാടുകൾ കൂടി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇഡി പറയുകയും ചെയ്തത്. അർജുൻ മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് ഈ അവയവ കച്ചവടത്തിനുള്ള മാർഗമൊരുങ്ങുന്നത്, വ്യാജരേഖകളടക്കം നിർമ്മിച്ചുകൊണ്ട് ഈ കച്ചവടത്തിനുള്ള മാർഗമൊരുങ്ങുന്നത് എന്നുള്ളതാണ് ഇഡിക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം.